50 നോമ്പ് ദിനങ്ങളിൽ കേരളത്തിലെ ക്രിസ്തീയ ഭവനങ്ങളിൽ പതിവായി പാടിയിരുന്ന പ്രാർത്ഥനാ ഗീതമാണ് പുത്തൻപാന. കഴിഞ്ഞ ദിവസം തൃശൂർ ജില്ലയിലെ താണിശ്ശേരി ഗ്രാമത്തിൽ വ്യത്യസ്തമായ പുത്തൻപാന പാരായണം നടന്നു. 1500-ലേറെ ആളുകളാണ് പുത്തൻപാന പാരായണത്തിനായി തെക്കൻ താണിശ്ശേരിയിലെ സെന്റ് സേവിയേഴ്സ് ദേവാലയത്തിന് മുറ്റത്ത് ഒത്തുചേർന്നത്. ഏഴ് വയസ്സു മുതൽ 90 വയസ്സ് വരെ പ്രായമുള്ളവരുണ്ട് ഇക്കൂട്ടത്തിൽ. 1516 പേർ. 1.5 മാസം നീണ്ട പരിശീലനത്തിനൊടുവിലാണ് പുത്തൻപാന പാരായണം ചെയ്യാൻ താണിശ്ശേരിയിലെ ഗ്രാമവാസികൾ സെന്റ് സേവിയേഴ്സ് പള്ളി അങ്കണത്തിൽ ഒന്നിച്ചത്. ക്രിസ്തുമത പ്രചാരകനായ അർണോസ് പാതിരി ക്രിസ്തുവിന്റെ ജീവിതമാസ്പദമാക്കി 3 നൂറ്റാണ്ട് മുമ്പ് എഴുതിയ പ്രാർത്ഥനാഗീതമാണ് പുത്തൻപാന. 50 നോമ്പ് കാലത്ത് ക്രിസ്തീയ ഭവനങ്ങളിൽ പതിവായി പാരായണം ചെയ്തിരുന്ന പുത്തൻപാനയുടെ ചരിത്രവും പ്രാധാന്യവും പുതിയ തലമുറയെ അറിയിക്കാൻ കൂടി ലക്ഷ്യമിട്ടായിരുന്നു മെഗാ പുത്തൻപാന പാരായണം എന്ന പേരിൽ നാട്ടുകാർ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. പരമ്പരാഗതമായി ക്രൈസ്തവ കുടുംബങ്ങളിൽ ആലപിക്കുന്ന പുത്തൻപാന അത് കൂടുതൽ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ ഭാഗമാകാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഇടവകയിലെ 1500 കുടുംബങ്ങളിൽ നിന്നുള്ള പരമാവധി ജനങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഇത് മാസങ്ങളോളം പ്രാക്ടീസ് ചെയ്ത് ഒരുമിച്ച് ഇവിടെ ആലപിക്കുക. അപ്പോൾ അവരുടെ കുടുംബങ്ങളിലും മറ്റുള്ള കുടുംബങ്ങളിലും ഇത് വലിയൊരു പ്രചോദനവും ഊർജ്ജസ്വലമാക്കാനുള്ള ഒരു അവസരമായിട്ട് മാറും. ബെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡ്സിൽ ഇടം നേടിയ കൂട്ടായ്മയ്ക്ക് ഏറെ വൈകാതെ ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഇടം നേടാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് സംഘാടകർ. ഇരിങ്ങാലക്കുട രൂപതാ മെത്രാൻ മാർ പോളി കണ്ണൂക്കാടൻ അടക്കം ഒട്ടേറെ പ്രമുഖരും കൂട്ടായ്മയുടെ ഭാഗമായി. മനോരമ ന്യൂസ്, തൃശൂർ.